കുടുംബം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനം തുടരുകയാണ്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ കല്യാണത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ സാധാരണ നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. സ്നേഹിക്കണം, കീഴ്പ്പെടണം, ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ, അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും കേൾക്കാത്ത കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നാം അഡ്രസ്സ് ചെയ്യാത്ത, സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ ഒന്നും പറയാത്ത വിഷയങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇത് പറയുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. മാത്രമല്ല, പ്രായോഗികമായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ, ദൈവജനത്തിൻ്റെ മധ്യത്തിൽ കണ്ടുവരുന്ന അനേക പ്രശ്നങ്ങൾ, വൈഷമ്യങ്ങൾ, അതിൻ്റെ വെളിച്ചത്തിൽ കൂടെയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം ദൈവമക്കൾ എന്ത് നിലപാട് പുലർത്തണം എന്നുള്ളത് ഓർപ്പിക്കാൻ കൂടെയാണ് ഞാൻ ഈ വിഷയങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥനയോടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ അധികം പറഞ്ഞ് കേൾക്കാത്ത വിവാഹവും കുടുംബവും അതിൻ്റെ പ്രായോഗികമായ വശങ്ങളാണ് ഞാൻ അടുത്ത സെഷനിലും പറയാനായിട്ട് പോകുന്നത്. എന്നാൽ മുമ്പേ പറഞ്ഞതിൻ്റെ തുടർച്ച എന്ന വണ്ണം ചില വാക്കുകൾ കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് വിവാഹം കഴിക്കണ്ട എന്ന് ചിന്തിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കുടുംബജീവിതത്തെ ഭയപ്പെട്ട് അങ്ങനെ പറയുന്ന ചില ആളുകൾ കാണും. മുമ്പേ പറഞ്ഞ പോലെ ഇതൊക്കെ വളരെ ബദ്ധപ്പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്, പല പ്രശ്നങ്ങളാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ വിവാഹം കഴിക്കാത്തവർ കാണുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. വിവാഹം സ്ഥാപിച്ചത് ദൈവമാണ്. മനുഷ്യനത് ആവശ്യമാണ് എന്ന് കണ്ടതും ദൈവമാണ്. ഇനി അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം. ആ ആവശ്യം നിറവേറ്റുവാൻ ഉള്ള ശരിയായ പ്രതിവിധി ഉണ്ടാക്കിക്കൊടുത്തതും, അല്ലെങ്കിൽ പറ്റിയ ആളെ അതിന് ഉണ്ടാക്കിക്കൊടുത്തതും ദൈവമാണ്. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും പേരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട്, ചുരുക്കം ചിലർ മാത്രമേ എക്സെപ്ഷൻ ആയിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ അതിന് യോജിച്ച ആളെ ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചാൽ ആ ആളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും. ആ ആളുമായിട്ടുള്ള കുടുംബജീവൻ നയിക്കാനുള്ള എല്ലാ കൃപയും ദൈവം നിങ്ങൾക്ക് തരും. അത് ഭയപ്പെട്ട് ആരും വിവാഹം കഴിക്കാതിരിക്കേണ്ട. വിവാഹ ജീവിതം ആ കൂടെ പ്രശ്നമാണ്, ആൾ നല്ലതായിരിക്കുമോ, അതിനെക്കുറിച്ചൊന്നും ആരും അറിയേണ്ട. വിവാഹം ആവശ്യമാണെന്ന് കണ്ട ദൈവം ആ ആവശ്യം നിറവേറ്റാനുള്ള വഴിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായമാണല്ലോ നമ്മൾ വായിച്ചത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നൊക്കെ ഉള്ള വാക്യം നമ്മൾ വായിച്ചു. അതിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അതിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 21-ാം വാക്യത്തിൽ, യഹോവ തന്നെ മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി, പിന്നെ മനുഷ്യനിൽ നിന്ന് സ്ത്രീയെ ഉണ്ടാക്കി. 22-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീ ആക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നീ ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് നീ എന്തേലും ഒരു മാർഗം കണ്ടുപിടിക്കണമെന്ന് ആദാമിനോട് പറയുകയല്ല ദൈവം ചെയ്തത്. നീ ഏകനായിരിക്കുന്ന നന്നല്ല, നീ കല്യാണം കഴിക്കണം, അതിനെന്താന്ന് വെച്ചാൽ നീ ചെയ്തോണം എന്ന് പറയുകയല്ല. വിവാഹം കഴിക്കണം എന്ന് നിഷ്കർഷിച്ച ദൈവം അതിനുള്ള മുഖാന്തരവും ദൈവം തന്നെ ഉണ്ടാക്കി. എന്താ നമ്മൾ വായിച്ചത്? ദൈവം അന്നില്ലാതിരുന്നൊരു സ്ത്രീയെ ദൈവം ഉണ്ടാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്ന് മനുഷ്യന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആവശ്യം കാണുന്ന ദൈവം ആവശ്യം നിറവേറ്റാനുള്ള വഴിയും ദൈവം ഉണ്ടാക്കും. അതിനെക്കുറിച്ച് ആരും പരിഭവിക്കേണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. അയ്യോ കല്യാണം കഴിക്കണം, എങ്ങനെ കഴിക്കും, ആരെ കഴിക്കും, നിങ്ങൾ അതിനെക്കുറിച്ച് മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒരുങ്ങിയാൽ ആ ആളെ ദൈവം നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും. ഏത് നിലയിലാണ് കൊണ്ടുവരുന്നതെന്ന് പറയാനൊക്കെ ഇല്ല. ചിലപ്പോൾ സഭയിലെ മൂപ്പന്മാർ വഴിയായിരിക്കും, മാതാപിതാക്കൾ വഴിയായിരിക്കും, വേറെ ഏതെങ്കിലും മുഖാന്തരത്തിൽ കൂടെ ആയിരിക്കും. ദൈവത്തിൻ്റെ നടത്തിപ്പ് ആ കാര്യത്തിൽ സെൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, വിവാഹം വേണമെന്ന് ദൈവം പറയുക മാത്രമല്ല, ആ ആവശ്യം നിറവേറ്റാനുള്ള വഴിയും ദൈവം തന്നെ ഉണ്ടാക്കും. അതിനെക്കുറിച്ച് ആരും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിച്ച് ദൈവം അന്വേഷിച്ചാൽ ദൈവം തന്നെ
അതിന് വഴിയുണ്ടാക്കും. നമുക്ക് ആദാമിനോടൊന്ന് ചോദിക്കാം, ആഡം, വേർ ഡിഡ് യു ഗെറ്റ് യുവർ വൈഫ് ഫ്രം? ആദാമേ, നിനക്ക് എവിടുന്നാ ഭാര്യയെ കിട്ടിയേ? എന്തായിരിക്കും ആദാമിൻ്റെ ഉത്തരം? എന്തായിരിക്കും? ആദാമേ, എവിടുന്നാ നിനക്ക് ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയേ? ആദാമിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഗോഡ് ഗേവ് ഹെർ ടു മീ. വേറെ ഉത്തരം വല്ലതും ഉണ്ടോ? ദൈവം എനിക്ക് കൊണ്ടു തന്നു. നമ്മുടെ എല്ലാവരുടെയും ഉത്തരം അതായിരിക്കണം. ചിലപ്പോൾ സഭയിലുള്ളവരോ വീട്ടുകാരോ ഒക്കെ ആലോചിച്ചായിരിക്കും. പക്ഷേ ആത്യന്തികമായ ഉത്തരം, എവിടുന്ന് ഈ ഭാര്യയെ കിട്ടി, എവിടുന്ന് ഈ ഭർത്താവിനെ കിട്ടി? ഉത്തരം, ദൈവം കൊണ്ടു തന്നു. ദൈവം പല മുഖാന്തരങ്ങൾ കൂടെ കൊണ്ടുതരാനായിട്ട് ഇടയാകും. അതുകൊണ്ട് വിവാഹം ആവശ്യമാണെന്ന് ദൈവം കണ്ടെങ്കിൽ അതിനുള്ള വഴിയും ദൈവം ഉണ്ടാക്കും. അതോർത്താരും മനപ്രയാസപ്പെടണ്ട, അധൈര്യപ്പെടണ്ട. ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ദൈവം തക്ക സമയത്ത് അതിനുള്ള വഴികൾ തുറക്കും. ചിലരൊക്കെ പറയാറുണ്ട്, പൗലോസ് വിവാഹം കഴിച്ചില്ലല്ലോ എന്ന്. പൗലോസ് വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് കൃത്യം അറിയത്തില്ല. അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണത്. അതിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല. ചിലർ പൗലോസ് വിവാഹം കഴിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അല്ല എന്നും വിശ്വസിക്കുന്നവരുണ്ട്. പൗലോസ് വിവാഹം കഴിച്ചതല്ല എന്നുള്ളത് നമ്മൾ വിവാഹം കഴിക്കാതിരിക്കാനുള്ള കാരണമല്ല. പൗലോസിൻ്റെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതെന്താ ആരും പറയാത്തേ? പൗലോസിൻ്റെ വേറെയും പല കാര്യങ്ങളുണ്ട് പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച്. നമ്മളതുപോലൊന്നും അല്ലല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചിലർക്ക് ദൈവം പ്രത്യേകം അതിനുള്ള വരം, കൃപ കൊടുത്തിട്ടുണ്ട്. അവർ വിവാഹം കഴിക്കണ്ട. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണ്ട. യേശുക്രിസ്തു വിവാഹം കഴിച്ചില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. യേശുക്രിസ്തു വന്നത് വിവാഹം കഴിച്ച് കുടുംബജീവൻ നയിക്കാനല്ല, മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ക്രൂശിൽ മരിക്കാനാണ് യേശുക്രിസ്തു വന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു വിവാഹം കഴിച്ചില്ലെന്നുള്ളതല്ല നമ്മൾ വിവാഹം കഴിക്കാതിരിക്കാനുള്ള കാരണം. വേദപുസ്തകത്തിൽ വേറെ ഞാൻ രാവിലെ കാണിച്ച പോലെ അനേക വ്യക്തമായ കാരണങ്ങളുള്ളപ്പോൾ ഈ നിലയിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ആട്ടെ, ഇവിടെ ഭാര്യാഭർത്താക്കന്മാർ മാത്രമല്ല, പ്രായമുള്ളവർ, മാതാപിതാക്കൾ, വിവാഹം കഴിക്കാനുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരുടെ കുടുംബജീവിതത്തെക്കുറിച്ചല്ല ഞാൻ ഇനി അധികം പറയാൻ പോകുന്നത്. പൊതുവിൽ എല്ലാവർക്കും പ്രയോജനപ്പെടത്തക്കവണ്ണം നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് വിവാഹം കഴിക്കാനുള്ളവർക്കും വിവാഹം കഴിപ്പിക്കാനിരിക്കുന്ന ആലോചിക്കുന്ന മാതാപിതാക്കൾക്കും വളരെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിച്ച് ഈ കാര്യങ്ങൾ പറയുകയാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിവാഹം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ബന്ധമാണ്. ജീവിതത്തിൻ്റെ ഗുണം തീരുമാനിക്കുന്നത് വിവാഹബന്ധം വഴി കൂടെയാണ്. പിരിയാൻ പാടില്ലാത്ത ബന്ധമാണ്, അതിപ്രധാനമായ ബന്ധമാണ്. അതുകൊണ്ട് വളരെ പ്രിപ്പറേഷനോടുകൂടെ, ഒരുക്കത്തോടുകൂടെ വേണം വിവാഹബന്ധത്തിൽ പ്രവേശിക്കാൻ. എന്താണ് വിവാഹബന്ധത്തിന് പ്രവേശിക്കാനുള്ള ഒരുക്കം? മാതാപിതാക്കളും ഒരുങ്ങണം, വിവാഹം കഴിക്കാനുള്ളവരും ഒരുങ്ങണം. എന്താ ഒരുക്കം എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ 2 വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ വിവാഹം, ആ ഈവൻറ്റ്, ആ സംഭവം. 25-ാം തീയതിയാണ് വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ അന്നാണ് കല്യാണം. മാരേജ് എന്നൊരു വാക്ക്, അതും കല്യാണം തന്നെയാണ് അർത്ഥം. പക്ഷേ അതിൻ്റെ ഉപയോഗത്തിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത്. മാരേജ് എന്ന് പറയുന്നത് പൊതുവെ വിവാഹത്തിന് പറയുന്ന പേരാണ്, കല്യാണം കഴിക്കൽ. വെഡ്ഡിങ് എന്ന് പറയുന്നത് ആ ദിവസം നടക്കുന്ന പ്രത്യേക ഫംഗ്ഷനെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞാലും തെറ്റൊന്നുമില്ല. എന്നാലും വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ അടുത്ത 26-ാം തീയതി വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ അന്നാണ് കല്യാണം. അപ്പോൾ മാരേജ് എന്ന് പറഞ്ഞാലോ, മാരേജ് കല്യാണം തന്നെയാണ്, എന്നാൽ ആ പൊതുവിൽ പറയുന്ന പേരാണ് മാരേജ് എന്ന്. നാം വെഡ്ഡിങ്ങിന് വേണ്ടി വളരെ ഒരുങ്ങും, മാരേജിന് വേണ്ടി അത്രയും ഒരുങ്ങാറില്ല. പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? വെഡ്ഡിങ്ങിന് വേണ്ടി ഭയങ്കര ഒരുക്ക. നമ്മുടെ ആളുകളുടെ ഒരുക്കം 24 ഇപ്പോൾ അല്ലേ, 24 ഡിസംബറിൽ നടത്തേണ്ട 2 കല്യാണത്തിന് കഴിഞ്ഞ വർഷം ഒരു കല്യാണത്തിന് വിളിച്ച് ബുക്ക് ചെയ്തിരിക്കുക. ഇന്ന ഡേറ്റ് ബ്രദർ ബ്ലോക്ക് ചെയ്തേക്കണം എന്നാ ചോദിച്ചപ്പോൾ 24 ഡിസംബർ ഇത്രാം തീയതി കല്യാണം. എൻ്റെ പൊന്നെ, ഒരു വർഷം ജീവനോടുണ്ടാകുമോ എന്ന് പോലും, കർത്താവ് വരുമോ എന്ന് പോലും അറിയാൻ പാടില്ല. പിന്നെ വേറൊരാളും വിളിച്ചു പറഞ്ഞു, ഡിസംബർ 28, 24 ഡിസംബർ 28. ഞാൻ പറഞ്ഞത്
വെഡ്ഡിങ്ങിന് വേണ്ടി ഭയങ്കര ഒരുക്കും. 1 വർഷം മുമ്പേ, അതിനു മുമ്പൊക്കെ 2 വർഷം മുമ്പൊക്കെ ആളുകൾ ഒരുങ്ങും. നല്ല കാര്യമാ, ഒരുങ്ങണ്ടെന്ന് പറയല്ല. കല്യാണം എവിടെ ആയിരിക്കണം, ഹോള് ബുക്ക് ചെയ്യും, പൂവ്, ശാപ്പാട് എന്ന് വേണ്ട എന്തെല്ലാം ഒരുക്കമാ. പക്ഷെ മാരേജിന് വേണ്ടി, കല്യാണത്തിന് വേണ്ടി അത്ര ഒരുക്കം കാണുന്നില്ല. ചിലർക്കൊക്കെ ഒരാഴ്ച മതി. വെഡ്ഡിങ്ങിന് 1 വർഷം ഒരുങ്ങണം. പിന്നെ കല്യാണത്തിന് ഞാൻ മുമ്പേ പറഞ്ഞാൽ 3 ദിവസമേ ഉള്ളൂ ചെറുക്കൻ അവധി. അതുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ മുമ്പിൽ ഒരു പന്തലിട്ട് അവിടെ വെച്ച് കല്യാണം നടത്തിയാലും വേണ്ടുകയെന്നാണ് ചിലരുടെ മട്ട്. കാരണം അവന് തിരിച്ചു പോകണം. എൻ്റെ പൊന്നെ, ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം അല്ല കല്യാണം. എയർപോർട്ടിന് മുമ്പിൽ പന്തലിട്ട് ആരും അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയും വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഇത് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല കല്യാണം. ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞതുപോലെ വെഡ്ഡിങ്ങിന് വേണ്ടി ഒരുങ്ങുന്ന പോലെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെയാണ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നത്? മാതാപിതാക്കളും വിവാഹം കഴിക്കാനുള്ളവരും. 1, പ്രാർത്ഥന. ഏറ്റവും നല്ല ഒരുക്കത്തിൻ്റെ ആരംഭം പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആളെ മനസ്സിലാകാനും ആ ആളുമായിട്ടുള്ള വിവാഹം നടക്കാനും പ്രാർത്ഥിക്കണം. വിവാഹം കഴിക്കാനുള്ളവരും പ്രാർത്ഥിക്കണം. വിവാഹപ്രായമായിട്ടൊക്കെ വരുന്ന എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും, ദൈവമേ, നിന്റെ ഹിതത്തിൽ നീ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആളെ മനസ്സിലായി ആ ആളെ തന്നെ വിവാഹം കഴിക്കണം. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറത്തക്കവണ്ണം വിവാഹം കഴിക്കണം. അതിനുവേണ്ടി വെളിച്ചവും നടത്തിപ്പും എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായി ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം. കുറച്ചാൾ കാണും വിവാഹത്തിന്. മാതാപിതാക്കളും അതുപോലെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ആത്മാർത്ഥമായി, സത്യസന്ധമായി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം, ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു കുടുംബം കെട്ടിപ്പണിയണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാരെയും മക്കളെയും ദൈവം സഹായിക്കാതിരിക്കയില്ല. കാരണം ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത്. അപ്പൊ ഇതിൽ ആരാ പിന്നെ നമ്മളെ സഹായിക്കേണ്ടത്? ദൈവം പറഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് പിന്നീട് സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും ദൈവം ഉത്തരവാദിയായിരിക്കും. ദൈവം പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായാലോ അതിന് ദൈവം ഉത്തരവാദിയായിരിക്കും. വേദപുസ്തകത്തിൽ ഒരു സംഭവം എന്നെ വളരെ സ്പർശിച്ചിട്ടുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിലെ കാര്യം എല്ലാവർക്കും അറിയാം. അതിലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. വീഞ്ഞ് തീർന്നുപോയി. അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ചേ. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. ഒരു മിനിറ്റ് അവിടെ നിൽക്കണേ. വീഞ്ഞാക്കിയിട്ടാണോ പറഞ്ഞേ? ആണോ? വെള്ളം നിറച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? കൊണ്ടു കൊടുപ്പീൻ. എന്ത് കൊണ്ടു കൊടുപ്പീൻ? എന്താ കൊണ്ട് കൊടുക്കണ്ടേ? ഇവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് എന്താ കൊണ്ട് കൊടുക്കണ്ടേ? വെള്ളം കൊണ്ട് കൊടുത്താ അടി ഷ്യൂറാ അല്ലേ? പാത്രത്തിലെല്ലാം വെള്ളം കൊണ്ട് കൊടുക്കുക ആളുകൾക്ക്. വീഞ്ഞാക്കി കഴിഞ്ഞല്ല കൊടുക്കാൻ പറഞ്ഞത്, ഇത് കൊണ്ട് കൊടുക്കാനാ പറഞ്ഞത്. അപ്പൊ അവര് കൊണ്ടുപോയപ്പോ അത് വീഞ്ഞായി. അപ്പോ ചെയ്യണമെന്ന് ദൈവം പറയുന്ന കാര്യം നീ ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലത്തിന് ആരായിരിക്കും ഉത്തരവാദി? ആരാ? ദൈവം. കർത്താവ് ഇത് കൊണ്ട് കൊടുത്താൽ നാട്ടുകാർ ചീത്ത പറയും. വെള്ളം കൊണ്ട് കൊടുക്കാൻ കർത്താവ് എന്ത് പറയും? നീ അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, ഞാൻ പറയുന്ന നീ ചെയ്തോ. നാട്ടുകാർ ചീത്ത പറഞ്ഞാൽ ഞാൻ ഏറ്റു, ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും അർത്ഥം മനസ്സിലായല്ലോ? ദൈവം പറഞ്ഞിട്ടൊരു കാര്യം ചെയ്താൽ അതിൻ്റെ അനന്തരഫലത്തിന് ദൈവം ഉത്തരവാദിയായിരിക്കും. ദൈവം പറയുന്നത് ചെയ്യാൻ ആരും പേടിക്കണ്ട. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കാര്യം ദൈവം നോക്കിക്കോളും. ഞാനത് സന്ദർഭവശാൽ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിവാഹത്തിനായിട്ട്, വെഡ്ഡിങ്ങിനായിട്ട് നാം ഒരുങ്ങണം. 1, പ്രാർത്ഥന. ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിവാഹം കഴിക്കാനായിട്ട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കണം. ഇത് ഇത്ര ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് ഞാൻ മുമ്പേ, ഇത് പ്രധാനമാണെന്ന് പറയാൻ ഒത്തിരി കാരണം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അതോട് ഒന്നുകൂടെ ഞാൻ ചേർക്കുകയാണ്. വിവാഹമെന്ന് പറയുന്നത് 2 ആളുകൾ കേവലം ഒരുമിച്ച് ജീവിക്കുന്നതല്ല.
നമുക്ക് നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അതല്ല വിവാഹം. നമുക്ക് നാളെ മുതൽ ഫ്രണ്ട്സ് ആകാം, അതല്ല വിവാഹം. നമുക്ക് നമുക്ക് സ്നേഹിച്ച് സന്തോഷിച്ച് ഇങ്ങനെ ജീവിക്കാം, അതൊന്നുമല്ല വിവാഹം. വിവാഹത്തിൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. വിവാഹം എന്ന് പറയുന്നത് രണ്ടാളുകൾ ഒന്നായി തീരുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. They shall become one. അവർ ഒരു ദേഹമായി തീരും, അവരൊന്നായി തീരും. രണ്ട് ലോകങ്ങൾ ഒരുമിക്കുകയാ. രണ്ടാളുകൾ ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കമ്മിങ് ടുഗെദർ ഓഫ് ടു വേൾഡ്സ്. രണ്ട് ലോകങ്ങൾ ഒരുമിക്കുകയാ. എന്താ രണ്ട് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ? വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന രണ്ടാളുകൾ, വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടാളുകൾ, വ്യത്യസ്ത പരിചയങ്ങളുള്ള രണ്ടാളുകൾ, വ്യത്യസ്ത വ്യക്തിത്വങ്ങളുടെ ഉടമകളായ രണ്ടാളുകൾ, വ്യത്യസ്ത അഭിരുചികളുള്ള രണ്ടാളുകൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള രണ്ടാളുകൾ, വ്യത്യസ്തമായ പ്രതീക്ഷകളുള്ള രണ്ടാളുകൾ, വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള രണ്ടാളുകൾ. ഈ രണ്ടാളുകൾ ഒന്നാവുകയാണ്. ഇത് എളുപ്പമാണോ? ആണോ? ഒരിക്കലും എളുപ്പമല്ല. രണ്ട് വീട്ടിൽ ജനിച്ചു വന്ന് ടു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. നിങ്ങൾക്കറിയാമോ, ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ലോകത്തിലെ രണ്ടാളുകൾ ഒരുപോലെ ചിന്തിക്കുന്നില്ല. അത് നിങ്ങൾക്കറിയാമോ? നോ ടു പീപ്പിൾ ഇൻ ദ വേൾഡ് തിങ്ക് അലൈക്ക്. ലോകത്തില് ഒരേപോലെ ചിന്തിക്കുന്ന രണ്ടാളുകളില്ല ലോകത്തില്. ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളോട്, ലൈറ്റ്, LIGHT, ലൈറ്റ് എന്നുള്ള വാക്ക് ഞാൻ പറയാമെന്ന് വിചാരിക്കാം, ലൈറ്റ്. എന്നിട്ട് നിങ്ങളോട് പറയാണ്, എല്ലാവരും ഒരു മിനിറ്റ് ആ വാക്കിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ എന്ന് പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിച്ചു. നിങ്ങളോട് ചോദിക്കുക, എന്താ സഹോദരി ചിന്തിച്ചേ ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ? അതെ, ഈ ട്യൂബ് ലൈറ്റ്, അതിൻ്റെ കാര്യം ചിന്തിച്ചാൽ ലൈറ്റിൻ്റെ കാര്യം. വേറൊരാളോട് ചോദിച്ചു, ബ്രദർ എന്താ ചിന്തിച്ചേ? ആ സഹോദരിയുടെ ഭർത്താവിനോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിക്കുക. ബ്രദർ എന്താ ചിന്തിച്ചേ? ഞാൻ ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ലൈറ്റ് വെയിറ്റ്, ഭാരം കുറഞ്ഞത് അല്ലേ? അപ്പം ഇതിലാരാ ശരി? സഹോദരി വെട്ടത്തിൻ്റെ കാര്യം ചിന്തിച്ചു, ഭാര്യ. ഭർത്താവ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റാന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ചപ്പൽ അല്ലേ? ഭാരം കുറഞ്ഞ ചപ്പൽ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞതെന്നും അർത്ഥമുണ്ട്. ഭർത്താവ് ഭാരം കുറഞ്ഞതെന്ന് ചിന്തിച്ചു. അതെന്താ ഭർത്താവ് അങ്ങനെ ചിന്തിച്ചേ? അനാത്മീയനായോണ്ടാണോ ഭാര്യ എന്ന് വ്യത്യാസമായിട്ട് ചിന്തിച്ചേ? അല്ല. ഒരേപോലെ ചിന്തിക്കുന്ന രണ്ടാളുകൾ ലോകത്തിലില്ല. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. നമ്മുടെ എല്ലാം ചിന്താഗതികളിൽ വ്യത്യാസം കാണും. അപ്പോൾ വ്യത്യസ്ത ചിന്താഗതികളുള്ള, വ്യത്യസ്ത പേഴ്സണാലിറ്റിയുടെ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായ രണ്ടാളുകൾ ഒന്നായി തീരുകയാണ്. രണ്ട് ലോകങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടുക എന്ന് വിചാരിക്കുക. രണ്ട് ലോകങ്ങൾ തമ്മിൽ, രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഒന്നാകുക എന്ന് വിചാരിക്കുക. അതുപോലെയാണ് വിവാഹം. അതുകൊണ്ടാണ് വളരെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളത്. ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. ഒരാൾക്ക് ശരിയായത് മറ്റേയാൾക്ക് തെറ്റാ. ശരി തെറ്റെന്ന് പറഞ്ഞാൽ വേദപുസ്തക പ്രകാരമുള്ള ശരി തെറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മറ്റു നിലകളിലുള്ള ശരി തെറ്റ്. അയ്യോ അതോ അങ്ങനെ ചെയ്യാൻ പാടില്ല, പുള്ളി അങ്ങനെ ചെയ്താൽ വളർന്നിരിക്കുന്നത്, അതിനകത്ത് ഒരു തെറ്റും പുള്ളി കണ്ടിട്ടില്ല, പക്ഷെ പുള്ളിക്കാരിക്ക് അത് തെറ്റാ. ഇങ്ങനെയുള്ള അനേക വ്യത്യാസങ്ങളുള്ള രണ്ടാളുകൾ ഒരുമിച്ച് ചേരുകയാണ്. അപ്പോൾ അതിന് പ്രിപ്പറേഷൻ വേണ്ടേ? പൊടുന്നനവേ നമുക്കൊന്നാകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അതുകൊണ്ട് വളരെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഹിതത്തിലും ആലോചനയിലും ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ആള്, എൻ്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന, എൻ്റെ പാർട്ട്ണറായിരിക്കാൻ പറ്റിയ, എൻ്റെ സഖിയായിരിക്കാൻ പറ്റിയ ആളെ വേണം വിവാഹം കഴിക്കാൻ. അപ്പോൾ വിവാഹത്തിൻ്റെ പ്രാഥമിക ഉദ്ദേശം തന്നെ പാർട്ട്ണർഷിപ്പാണ്, പങ്കാളിത്തം. ഞാൻ മനുഷ്യന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വിവാഹം ആലോചിക്കുമ്പോൾ എൻ്റെ കൂടെ ജീവിതം പങ്കുവെക്കാൻ പറ്റിയ ആളെയാണ് ആലോചിക്കേണ്ടത്. അപ്പനും അമ്മയും നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ മക്കളുടെ അതേ പഠിത്തമുള്ള ആളെ അല്ല നോക്കേണ്ടത്. അതേ പഠിത്തമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രഥമമായിട്ട് നോക്കേണ്ടത് ആരെയാണെന്നറിയാമോ? എൻ്റെ മോൻ്റെ കൂടെ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ജീവിതം കെട്ടിപ്പണിയാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ വേണം. അവൾ നേഴ്സായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ ആയിക്കോട്ടെ, വിരോധമില്ല, എൻജിനീയർ ആയിക്കോട്ടെ, ഓക്കെ, അത് സാരമില്ല.
പക്ഷേ പ്രഥമ കാര്യം എന്താ? ഇതായിരിക്കണം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സത്യസന്ധത ഉള്ളവരാണ്, എന്നോട് മറുപടി പറയണം. ഇന്ന് കല്യാണം കഴിക്കുമ്പോൾ എന്താ നോക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വിവാഹം ആലോചിക്കുമ്പോൾ എന്താ നോക്കുന്നത്? പ്രധാനമായിട്ട് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, പൊതുവിൽ നേഴ്സിനെ വേണം, അല്ലേ? നേഴ്സിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതാണോ പ്രധാനം? നേഴ്സ് എന്നുള്ളതാണോ പ്രധാനം? ചെറുക്കൻ എഞ്ചിനീയർ ആയിരിക്കണം, അതാണ് പ്രധാനം. പറ്റിയ ആളാണോ? ആത്മീയനാണോ? അതത്ര പ്രധാനമല്ല. എഞ്ചിനീയർ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റുപറ്റി, നമ്മുടെ സമൂഹത്തിൽ തെറ്റി. എന്തുകൊണ്ടാണ് ഇത്രയും വിവാഹ മന്ദിരങ്ങൾ, കെട്ടിടങ്ങൾ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? ഫൗണ്ടേഷൻ ശരിയല്ല, അടിസ്ഥാനം ശരിയല്ല. എഞ്ചിനീയറെ മതിയായിരുന്നല്ലോ, എഞ്ചിനീയറെ കിട്ടി. ആ എഞ്ചിനീയറോട് 10 നില കെട്ടിടം പണിയാൻ പറഞ്ഞാൽ അറിയാം, ഭാര്യയുമായിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അറിയാൻ പാടില്ല. ഭാര്യയ്ക്കും അറിയാൻ പാടില്ല, ഭാര്യ എഞ്ചിനീയറാ. ഭർത്താവുമായിട്ട് നല്ലൊരു പാലം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. വീടിൻ്റെ മുകളിൽ 10 നില പണിയാൻ പറഞ്ഞാൽ അറിയാം. നമ്മൾ പിള്ളേരെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് എന്തിനാ? പിള്ളേരെ മെഡിക്കലായിട്ട് പഠിപ്പിക്കണം, അതിന് ഞാൻ എതിരല്ല. നമ്മുടെയൊക്കെ മക്കൾ നന്നായിട്ട് പഠിക്കട്ടെ, ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടട്ടെ. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായി പ്രിയപ്പെട്ടവരെ, ജീവിതം ശരിയായി നയിക്കാനാണ് പിള്ളേരെ ചെറുപ്പം മുതൽ പഠിപ്പിക്കേണ്ടത്. ചെറുപ്പം മുതൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, സഹിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരോട് ഒരുമിച്ച് ചേർന്ന് പോകാനുള്ള മാതൃക നാം കാണിച്ചു കൊടുക്കുകയും അങ്ങനെ കുഞ്ഞുങ്ങൾ വളരത്തക്കവണ്ണമുള്ള സാഹചര്യം നാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അതാണ് പ്രധാനം. ഇന്ന് അനേക മാതാപിതാക്കൾക്കും അത് പ്രധാനമല്ല. പിള്ളേരെങ്ങനെങ്കിലും പഠിക്കണം, ഇന്ന ജോലി എത്തണം, ഇന്ന പരീക്ഷ പാസ്സാകണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം വലിയ പ്രധാനമല്ല പലർക്കും. അപ്പോൾ അടിസ്ഥാനം തന്നെ തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അനേക വിവാഹ സൗധങ്ങളും തകർന്നടിഞ്ഞ് താഴെ വീഴുന്നത്. ദുഃഖകരം. അപ്പോൾ പ്രിപ്പറേഷൻ ശരിയായിട്ട് വേണം, പ്രാർത്ഥിച്ച് ഒരുങ്ങണം. എന്നിട്ട് ശരിയായ ആളെ വിവാഹം കഴിക്കണം. ശരിയായ ആളെന്ന് പറഞ്ഞാൽ ദൈവിക ഉദ്ദേശം നിറവേറ്റാൻ കഴിയുന്ന ആളെ വേണം കല്യാണം കഴിക്കാൻ. എന്താ ദൈവിക ഉദ്ദേശം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ? ദൈവഭക്തിയുള്ള ഒരു കുടുംബം കെട്ടിപ്പണിത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു കുടുംബമായി ലോകത്തിൽ നിൽക്കാൻ പറ്റിയ ഒരാളെ വേണം വിവാഹം കഴിക്കാൻ. അവിടെ പഠിത്തം എന്തെങ്കിലും ആകട്ടെ, അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ ആളാണ് പ്രധാനം, ഡിഗ്രി അല്ല പ്രധാനം. ഇന്ന് നമുക്ക് വന്ന് ഡിഗ്രിയാണ് പ്രധാനം, ആളത്ര പ്രധാനമല്ല. ഇത് വലിയൊരു കുഴപ്പമാണ്. ഒരു സ്ഥലത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് പത്രത്തിൽ വന്നതായിട്ട് ഒരു ദൈവദാസൻ പറഞ്ഞു. ഇത് ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വേറൊരു ദൈവദാസൻ പ്രസംഗിച്ച് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിടത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ്, മാട്രിമോണിയൽ വന്നിരിക്കുകയാണ് വിവാഹത്തിന്. ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്. ഞങ്ങൾക്ക് ഇത്ര ഏക്കർ പറമ്പും പുരയിടവും കൃഷിസ്ഥലവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മകന് അനുയോജ്യമായ ഒരു വധുവിനെ വേണം. ട്രാക്ടറുള്ള മാതാപിതാക്കളിൽ നിന്ന് ആലോചന ക്ഷണിക്കുന്നു. ട്രാക്ടറിൻ്റെ ഫോട്ടോ അയക്കുക. പെണ്ണെന്തായാലും വിരോധമില്ല. എന്തുണ്ടായിരിക്കണം? ട്രാക്ടർ ഉണ്ടായിരിക്കണം. അതിൻ്റെ ആധുനിക വേർഷൻ ഉണ്ട്, അത് പറഞ്ഞാൽ നിങ്ങൾ ചിലവർ പിണങ്ങും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ അഡ്വർടൈസ്മെൻ്റ് എന്താണെന്ന് വേണേൽ ഞാൻ പറയാം. ഇപ്പോഴും ഇതുപോലൊക്കെയുള്ള അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഫോട്ടോ അയക്കണം, പെണ്ണിൻ്റെ അല്ല. പിന്നെ ഡിഗ്രിയുടെ, തൊപ്പിയുടെ ഒക്കെ, ഏത് തൊപ്പിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? തൊപ്പിയുടെ ഫോട്ടോ അയക്കുക. ഈ തൊപ്പിക്കകത്ത്, ഈ യൂണിഫോമിനകത്ത് ഒരാളുണ്ട്. ആ ആളെ വേണ്ടേ? ആളൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. തൊപ്പിയുണ്ടോ, ഡിഗ്രി ഉണ്ടോ, വെള്ള യൂണിഫോം ഉണ്ടോ, ഇത് മതി. എന്തൊരു വലിയ അധപ്പതനമാണ്. ആൾക്ക് പ്രാധാന്യമില്ല, ആളുടെ സ്വഭാവത്തിന് പ്രാധാന്യമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരിക്കലും അരുത്. നാം പ്രാധാന്യം കൊടുക്കേണ്ടത് പറ്റിയ ആളാണോ എന്നാണ്. പറ്റിയ ആളെന്ന് പറഞ്ഞാൽ സൗന്ദര്യമുണ്ടോ, പൊക്കമുണ്ടോ, നീളമുണ്ടോ, അത് മാത്രമല്ല.
പറ്റിയ ആളെന്ന് പറഞ്ഞാൽ സ്വഭാവം എങ്ങനെയുണ്ട്, ആത്മീയത്വം എങ്ങനെയുണ്ട്, എൻ്റെ മകളെ കരുതുവാനും ദൈവവഴിയിൽ അവളെ നടത്തുവാനും പറ്റിയ പുരുഷനാണോ, അതാണ് പ്രധാനം. ശമ്പളം എന്തെന്നുള്ളതല്ല പ്രധാനം. അതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കണം. എന്തിനു പ്രാർത്ഥിക്കണം? ദൈവം ഒരുക്കിയിരിക്കുന്ന, ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറത്തക്കവണ്ണമുള്ള കുടുംബജീവിതം നയിക്കുവാൻ സഹായകരമായ ഒരാളെ ലഭിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടത്. ഇനി പ്രായോഗികമായ മറ്റു ചില കാര്യങ്ങളൊന്ന് പ്രത്യേകമൊന്ന് പറയട്ടെ. വിവാഹം ആലോചിക്കുമ്പോൾ വിവാഹത്തിൻ്റെ ഉദ്ദേശത്തിന് സഹായിക്കുന്ന ആളെ വേണം വിവാഹം കഴിക്കാൻ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, വിവാഹത്തിനുള്ള ഒരുക്കത്തിൽ മാനസികവും ആത്മീയവുമായ ഒരുക്കം വേണം. മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ പ്രിപ്പറേഷൻ. മാനസികമായ ഒരുക്കം എന്ന് പറഞ്ഞാൽ, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് മാനസികമായ എന്തെങ്കിലും ബലഹീനതകൾ, തകരാറുകൾ, കുറവുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പ്രതിവിധി നേരത്തെ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ഇടയിൽ ഇന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ഞങ്ങളൊക്കെ ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്നത് 100% കൃത്യമായ കാര്യമാണ്. ഇതൊന്നും ഊഹിച്ച് പറയുന്നതല്ല, നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്താണെന്നറിയാമോ? വിവാഹത്തിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും, പക്ഷെ അത് പറയുകയില്ല, അത് ഒളിച്ചു വെക്കും. പിന്നെ പറയുകയാണെങ്കിൽ തന്നെ തെറ്റിദ്ധരിക്കത്തക്കവണ്ണം പറയും. പണ്ട് ആരോ ഒരു തമാശ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു പെണ്ണിന് ഒരു ചെറുക്കനെ ആലോചിച്ചപ്പം ആലോചിച്ച ആൾ പറഞ്ഞു, ഭയങ്കര ഉയർന്ന പോസ്റ്റില്ല പയ്യന് ജോലി, നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല, വളരെ ഉയർന്ന പോസ്റ്റില്ല. അത് കേട്ടാ കല്യാണം കഴിച്ച്. പിന്നെ മനസ്സിലായി KSEBിയിലാണെന്ന്, പൊക്കത്ത് ഫീസ് കിട്ടുന്ന ആളാ, വളരെ ഉയർന്ന പോസ്റ്റില്ല. അപ്പോൾ സത്യമെന്ന് പറഞ്ഞ് പറയുന്നതും ചിലപ്പം ശരിക്കും സത്യമായിരിക്കുകയല്ല, തെറ്റിദ്ധരിപ്പിക്കത്തക്കവണ്ണമായിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ മെൻ്റലി ഇമോഷണലി ഏതെങ്കിലും നിലയിലുള്ള കുറവുണ്ടെങ്കിൽ അത് ഡീല് ചെയ്യണം. നമുക്കറിയാം, മനുഷ്യരായ നമുക്കെല്ലാവർക്കും അങ്ങനെ വരാം. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഇത് വന്നെന്ന് വിചാരിച്ചാൽ നമ്മുടെ നാട്ടു പക്ഷേ, ഓ അവന് വട്ട, ദയവേത് ആരും അങ്ങനെ പറയരുത്, അവന് പ്രാന്താന്നേ, അങ്ങനെ ഒരിക്കലും പറയരുത്. ആ പറയുന്ന പ്രാന്ത് നിനക്ക് വരാൻ 1/2 മിനിറ്റ് മതി. അതറിയാമോ? നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം, ഇത്രയും ഒരു കാര്യത്തിൽ വ്യത്യാസം വന്നാൽ മതി, നിനക്കും വട്ടാവും. അതുകൊണ്ട് ആരും നിന്നിച്ചങ്ങനെ സംസാരിക്കരുത്. സകല മനുഷ്യർക്കും, മിക്ക മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ഇംബാലൻസ് ഒക്കെ കാണും. നമ്മുടെ മക്കളിൽ ചിലർക്കും അത് കണ്ടെന്ന് വരാം. അതിനെ നിന്ദിക്കരുത്. അതിന് പരിഹാരം തേടി, പ്രതിവിധി തേടി, മരുന്ന് വേണമെങ്കിൽ മരുന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള പ്രതിവിധി തേടി വേണം അത് പരിഹരിച്ച് കൈകാര്യം ചെയ്ത് വേണം വിവാഹത്തിലേക്ക് നയിക്കാൻ. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്നവരോട് പറയുകയും വേണം. നമ്മുടെ ഇടയിലൊക്കെ പറയാതെയൊക്കെ കല്യാണം കഴിച്ച് കുഴപ്പത്തിലാകുന്നവരുണ്ട്. എന്നാൽ സന്തോഷത്തോടെ പറയട്ടെ, ഇത് പറഞ്ഞ് കല്യാണം കഴിക്കുന്നവരുമുണ്ട്. എല്ലാ കാര്യവും പറഞ്ഞിട്ട് അത് സമ്മതമാണ്, സന്തോഷമാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്ന ആളുകളും ഉണ്ട്. ഇനി നമ്മുടെ ഇടയിൽ മിക്ക ആളുകളും പറയുന്നത് എന്താണെന്നറിയാമോ? ഓ കല്യാണം കഴിക്കുമെങ്കിൽ ശരിയായിക്കോളും. ഒരിക്കലും പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണ്. കല്യാണം കൊണ്ട് ഒരു കാര്യവും ശരിയാകുകയില്ല. Marriage will not cure these problems. It will only expose and aggravate them. വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓ കല്യാണം കഴിച്ചാൽ അവർക്ക് ശരിയായിക്കോളും, അങ്ങനെ ആരും പറയല്ലേ. കല്യാണം കഴിച്ചാൽ ശരിയാകുകയില്ല. പിന്നെ എന്ത് സംഭവിക്കുമെന്നറിയാമോ? കല്യാണം കഴിച്ചാൽ സംഘർഷം കൂടുക. ഞാൻ പറഞ്ഞല്ലോ, 2 പേര്, വ്യത്യസ്തരായ 2 പേരുകൾ രാവും പകലും ഒരുമിച്ച് ജീവിക്കാൻ പോകുക. അപ്പോൾ തോളോട് തോൾ ഉരുമ്മാൻ പോവുകയാണ്. അങ്ങനെ ഉരുമ്മുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇവന്റെ പ്രശ്നം 100 മടങ്ങ് കൂടും. ഇവൻ അഗ്രവേറ്റഡ് ആകും. അതുകൊണ്ട് കല്യാണം കഴിച്ച അവൾക്ക് അല്പം കുഴപ്പമുണ്ട്, പക്ഷെ കല്യാണം കഴിച്ചാൽ ശരിയായിക്കോളൂ. അങ്ങനെ ആരും പറയല്ലേ കല്യാണം കഴിച്ചാൽ ശരിയാകുകയില്ല. കല്യാണം കഴിച്ചാൽ അത് 100 മടങ്ങ് വർദ്ധിക്കും. സംഘർഷം വരുമ്പോൾ പ്രശ്നം കൂടും. അതുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ കൈകാര്യം ചെയ്യണം. പ്രാർത്ഥനയോടെ വൈദ്യസഹായം വേണമെങ്കിൽ അത് ഏതെങ്കിലും നില കൈകാര്യം ചെയ്യണം. മറുഭാഗക്കാരോട് പറയേണ്ട കാര്യമാണെങ്കിൽ അത് പറഞ്ഞ് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഇന്ന് നമ്മുടെ ഇടയിലുള്ള
വിവാഹക്കുഴപ്പങ്ങളിൽ നല്ലൊരു ശതമാനം ഇതിൻ്റെ പേരിലുള്ള, ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ പേരിലുള്ള. നിങ്ങൾക്കും ഇതറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നിങ്ങളും ഈ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. എനിക്കറിയാവുന്ന അത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മേലായിരിക്കും, പക്ഷേ പകുതിയിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ എത്ര വീടുകളിൽ ഇത് പ്രശ്നമാണ്. പറഞ്ഞില്ല, അവന് കുഴപ്പമാണ്, അല്ലെ അവൾക്ക് സുഖമില്ല. ഇത് കല്യാണം കഴിച്ചപ്പം വന്ന അസുഖമൊന്നും അല്ലല്ലോ, നേരത്തെ ഉണ്ടായിരുന്നല്ലേ. ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചേ. പറഞ്ഞില്ല. അങ്ങനെ ആരും ചെയ്യരുത്. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഇംബാലൻസസ്. ഏതെങ്കിലും നിലയിലുള്ള കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നടപടി എടുത്തിട്ട് വേണം വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ. അങ്ങനെ മരുന്ന് കഴിക്കുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് വേണം വിവാഹം കഴിക്കാൻ. ഇനി വിവാഹം കഴിക്കാനുള്ള വിധിവാക്കന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ ആരും നിർബന്ധിച്ച് വിവാഹം കഴിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. ആരുടെ നിർബന്ധത്താൽ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഇത് അമ്മാച്ചൻ പറഞ്ഞതാ. നോ പറയുന്നത് എങ്ങനെയാ? അമ്മാച്ചനാണോ ഈ പെൺകുട്ടിയോട് ജീവിക്കാൻ പോകുന്നത്? ആണോ? നാളെ മുതൽ കല്യാണം കഴിഞ്ഞാൽ അമ്മാച്ചനാണോ ജീവിക്കാൻ പോകുന്നത്? ആരാ ജീവിക്കാൻ പോകുന്നത്? നീയാ ജീവിക്കാൻ പോകുന്നത്. പിന്നെ അമ്മാച്ചൻ പറഞ്ഞതെന്ന് പറഞ്ഞ് അമ്മാച്ചൻ ശാപ്പാടും ഉണ്ട്, അമ്മാച്ചൻ്റെ വീട്ടിൽ പോവും. ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത് നീയാ. അതുകൊണ്ട് നീ വേണം ഇത് ശ്രദ്ധിക്കാൻ. അമ്മാച്ചനാകട്ടെ, മൂപ്പനാകട്ടെ, വീട്ടുകാരാകട്ടെ, ആര് പറഞ്ഞാലും നീ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ നടത്തിപ്പ് വ്യക്തമായി മനസ്സിലായി ഹൃദയത്തിൽ വെളിച്ചമുണ്ടെങ്കിലേ യേശു പറയാവുള്ളൂ. പെൺകുട്ടികളോട് ഞാനത് പറയാം. അപ്പനെ അമ്മയെ അനുസരിക്കേണ്ടെന്നൊന്നും അല്ല ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വിവാഹം കഴിച്ച് കുടുംബജീവൻ നയിക്കേണ്ടത് നിങ്ങളാണ്. ആ ആളെ വിവാഹം കഴിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അമ്മയല്ല, നിങ്ങളാ. അപ്പനല്ല, നിങ്ങളാ. മൂപ്പനല്ല, നിങ്ങളാ. അമ്മാച്ചനല്ല, നിങ്ങളാ. അതുകൊണ്ട് ഫൈനൽ യേശു പറയേണ്ടത് നിങ്ങളാ. ആരുടെ നിർബന്ധത്തിന് വഴങ്ങി യേശു പറയരുത്. അവർ പറയുന്ന കേൾക്കണം. അപ്പനമ്മയൊക്കെ പറയുന്ന ആലോചന, പ്രായമുള്ളവർ പറയുന്ന അഡ്വൈസൊക്കെ കേൾക്കണം. കേട്ടിട്ട് നിങ്ങളത് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെട്ടെങ്കിൽ സമ്മതിക്കണം. എന്നാൽ ചെറുക്കൻ കാണാൻ വന്നപ്പോൾ തന്നെ ചിലരൊക്കെ പറയുന്ന കാര്യം ഞാനീ പറയുന്നത് കേട്ടോ. കാണാൻ വന്നപ്പോൾ തന്നെ മുഖത്ത് നോക്കുന്നില്ലായിരുന്നു. എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ടൊന്നും ചെയ്തില്ല. പിന്നെ കല്യാണം കഴിച്ചു. ഇപ്പം എന്ത് പറ്റി? ഇപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ മനസ്സിലായി കൂടെ കുഴപ്പമാണെന്ന്. ഇത് കല്യാണത്തിന് മുമ്പേ പറയാൻ മേലായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുഴപ്പമായിട്ട് ഞങ്ങളെ പോലെയൊക്കെ ഉള്ള ആളുകളെ വിളിക്കുക, അങ്കിളെ ഒന്ന് സഹായിക്കണേ. എങ്ങനാ സഹായിക്കുന്നത്? ഇത് ഒരു രാത്രി കൊണ്ട് ഫോണിൽ മറുപടി പറഞ്ഞാൽ സഹായിക്കാൻ പറ്റുന്ന കാര്യമാണോ? കല്യാണത്തിന് മുമ്പേ അറിയായിരുന്നു ഇത് ശരിയാകത്തില്ലെന്ന്. എങ്ങനെ അറിയായിരുന്നു? അന്ന് മിണ്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പെങ്കൊച്ച് പറയുക, മിണ്ടിയപ്പോൾ തന്നെ ഏതാണ്ട് കുഴപ്പമുണ്ടെന്ന് തോന്നി. പിന്നെ വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു. എൻ്റെ കുഞ്ഞെ അങ്ങനെ സമ്മതിക്കരുതേ, വീട്ടുകാർ പറഞ്ഞുകൊണ്ട് സമ്മതിക്കരുത്. നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ സമ്മതിക്കാവുള്ളൂ. ആൺകുട്ടികളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച്, നിങ്ങൾ സംസാരിച്ച്, നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശമുണ്ടെങ്കിലേ നിങ്ങൾ പറയാവൂ. ഇനി മാതാപിതാക്കളോടൊരു വാക്ക്, ദയവ് ചെയ്ത് മക്കളെ വിവാഹം കഴിക്കാൻ ഇന്നയാളെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിക്കരുത്. നിങ്ങൾക്ക് ആലോചന പറയാം, നല്ല പയ്യനാണ്, നല്ല പെൺകുട്ടിയാണ്, ഇന്ന കാര്യങ്ങളാൽ വളരെ നല്ലതാണ്, നീ ഇത് കൺസിഡർ ചെയ്യണമെന്ന് പറയാം. അതിനപ്പുറം ഒന്നും പറയല്ല. നീ കല്യാണം കഴിച്ചേ പറ്റൂ, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് ഒറ്റ അപ്പനും അമ്മയും പറയരുത്. കാരണം ജീവിക്കാൻ പോകുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ മക്കളാണ്. എത്ര യുവതി യുവാക്കന്മാർ ഇന്ന് കഷ്ടം അനുഭവിക്കുന്നുണ്ടെന്നറിയാമോ? സങ്കടമാണ് അവരുടെ കാര്യം. അപ്പനും അമ്മയും പറഞ്ഞ്, വീട്ടുകാർ നിർബന്ധിച്ച്, ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് മനസ്സോടെ കല്യാണം കഴിച്ചു. എന്നിട്ടിപ്പോൾ രാവും പകലും കണ്ണീരും കയ്യുമായിട്ട് കഴിയുകയാണ്. അങ്ങനെ കഴിയാനാണോ ദൈവം നമുക്ക് വിവാഹ ജീവിതം വെച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതം എന്തിനാ നമ്മൾ സ്പോയിൽ ചെയ്യുന്നത്? ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് കോമൺ സെൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം നമുക്കാണ്. ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കണമെന്ന് പറയല്ല, ഉപദേശം സ്വീകരിക്കണം. എന്നിട്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ നിർബന്ധത്താൽ അരുത്. ഞാനൊരിക്കൽ ഒരു വിവാഹ പ്രശ്നത്തിൽ ഇടപെട്ട് ചെറുക്കനോടും പെണ്ണിനോടും സംസാരിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടി ചെറുക്കൻ്റെ വീട്ടിൽ ഫോൺ വിളിച്ച് പറഞ്ഞതാണ്, എനിക്ക് ഈ ബന്ധം വേണ്ടെന്ന്, എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിത് വേണ്ട എന്ന് ഈ പെൺകുട്ടി ചെറുക്കൻ്റെ അപ്പനെ വിളിച്ച് പറഞ്ഞതാണ്. പിന്നെ
നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഇവളെ അനുനയിപ്പിച്ചു. ഇടി അങ്ങനെ പറയാതെ, നല്ല കല്യാണമാണ്, നീ അങ്ങ് സമ്മതിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവളെ സമ്മതിപ്പിച്ചതിന് ഒടുവിൽ ഇവള് സമ്മതം മൂളി കല്യാണം കഴിച്ചു. ഇപ്പോൾ പിരിഞ്ഞു. ബാക്കി ഞാൻ പറയുന്നില്ല. വേറെ വേറെ വഴിയിലൊക്കെ അവർ പോയിരിക്കുക. നമ്മുടെ ആളുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, പുറത്തുള്ളവരുടെ കാര്യമല്ല. എന്താ സംഭവിച്ചത്? കല്യാണത്തിന് മുമ്പ് തന്നെ വ്യക്തമായ സൂചന ഉണ്ടായിരുന്നു ഇത് വേണ്ടാന്ന്. അവള് പറയുകയും ചെയ്തതാ. എല്ലാവരും കൂടെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മക്കളെ ഒരിക്കലും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കരുത്. മക്കളെ ഉപദേശിക്കണം, പ്രാർത്ഥിക്കണം, സഹായിക്കണം, തീരുമാനം ചെയ്യാൻ അവരെ തുണയ്ക്കണം. പക്ഷേ അമ്മമാരൊരിക്കലും മക്കളെ നിർബന്ധിക്കരുത് വിവാഹം കഴിക്കാൻ, ഇന്നയാളെ വിവാഹം കഴിക്കാൻ. ഉപദേശിച്ചു കൊടുക്കാം. അവർ പ്രാർത്ഥിച്ച് ആലോചിച്ച് ദൈവസന്നിധിയിൽ അവർക്ക് പ്രകാശം ലഭിക്കുന്നതനുസരിച്ച് വേണം വിവാഹം കഴിക്കാൻ. ഞാൻ പറയട്ടെ, വിവാഹം കഴിക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടി ആയിരിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഞാൻ പറയാണ്, എക്സൈറ്റ്മെൻറ്റോടുകൂടെ ആവേശത്തോടെ വേണം കല്യാണം കഴിക്കാൻ. അടുത്ത മാസം എൻ്റെ കല്യാണം, ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻറ്റാണ്. ദൈവം എനിക്ക് തന്നയാളെ എനിക്ക് കാണിച്ചു തന്നു, എല്ലാവരും കൂടെ തീരുമാനിച്ചു. വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി വേണം കല്യാണം കഴിക്കാൻ. അല്ലാതെ എൻ്റെ പൊന്നെ എന്താകുമോ, അന്ന് തന്നെ പുള്ളിയുടെ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് പേടിയായിരുന്നു, എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെ ആകുമോ, അങ്ങനെ ആരും കല്യാണം കഴിക്കല്ല. പെങ്കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് ഏതാണ്ട് പോലൊക്കെ തോന്നുകയായിരുന്നു. ഏതാണ്ട് കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. പിന്നെ സുന്ദരിയൊക്കെയാ, ഏതായാലും കെട്ടിക്കളയാം. പ്ലീസ് അങ്ങനെ കല്യാണം കഴിക്കല്ലേ. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല കല്യാണം. ഭയങ്കര കർത്താവേ സ്തോത്രം, ഒടുവിൽ നീ ആളെ കാണിച്ചു തന്നല്ലോ, ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെന്റ്. എന്നാണോ എൻ്റെ കല്യാണ ദിവസം വരുന്നത്, ആ ദിവസത്തെ നോക്കി പാർത്ത് സന്തോഷത്തോടു കൂടി വേണം കല്യാണം കഴിക്കാൻ. അല്ലാതെ പേടിച്ചും വിറച്ചും അരണ്ടും അല്ല വിവാഹം കഴിക്കേണ്ടത്. ദൈവം വെച്ചിരിക്കുന്ന ഈ നല്ല സ്ഥാപനം, അതിൽ നല്ല നിലയിൽ വേണം പ്രവേശിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി വേണം വിവാഹം കഴിക്കാൻ. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ മനസ്സിലാക്കുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. സാധാരണ ആളുകൾ, പ്രായമുള്ളവരും ചെറുപ്പക്കാരൊക്കെ ചോദിക്കും, ദൈവഹിതം എങ്ങനെ അറിയാം? ഞാൻ ഇന്നയാളെ കല്യാണം കഴിക്കേണ്ടത് എങ്ങനെ അറിയാം? ദൈവം എനിക്ക് ദൂതനെ അയച്ച് എന്നോട് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ എനിക്ക് മനസ്സിലാകുമോ, വേറെ ഏതെങ്കിലും നിലയിലൊക്കെ മനസ്സിലാകുമോ? എങ്ങനെയാണ് ദൈവഹിതം മനസ്സിലാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവഹിതം മനസ്സിലാക്കാൻ മാർഗങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ട 2 വിവാഹങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? 2 marriages, weddings in which God was directly involved in. 2 വിവാഹങ്ങൾ. ഒന്ന് ആദാമിൻ്റെ ഹവ്വയുടെ വിവാഹം, ദൈവം നേരിട്ട് ഇടപെട്ട. 2 ദൈവം നേരിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിവാഹം ഉൽപ്പത്തി 24 ഇസാക്കിൻ്റെ വിവാഹമാണ്. ആ ഇസാക്കിൻ്റെ വിവാഹത്തെക്കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടന്ന വിവാഹമെന്ന് വിചാരിക്കാൻ എല്ലാ ന്യായമുള്ളൊരു വിവാഹമാണ് ഉൽപ്പത്തി 24 വിവാഹം. അവിടെ നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് തിരിയാം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമെന്ന് പറയാൻ ഒക്കുന്നത്? അവിടെ നാം കാണുന്ന പ്രമാണം എന്താണ്? ഉൽപ്പത്തി 24 അബ്രഹാമിൻ്റെ മകനായ ഇസാക്കിന് വേണ്ടി വിവാഹം അന്വേഷിക്കുകയാണ് ദാസൻ. അത് എലയാസറാണെന്ന് വിചാരിക്കുന്നു. എലയാസർ പെണ്ണിനെ അന്വേഷിച്ചു പോവുകയാണ്. അവിടെ അബ്രഹാം പറയുന്ന കാര്യം, അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അബ്രഹാം പറയാണ്, സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. എന്നിട്ട് അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 7-ാമത്തെ വാക്യം. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീയൊരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. സ്വർഗത്തിലെ ദൈവം ഭാര്യയെ കണ്ടുപിടിക്കാൻ നിനക്ക് മുമ്പായി ഒരു ദൂതനെ അയക്കും. അപ്പൊ ദൈവദൂതന്മാരുടെ ഒരു ജോലി ദൈവഭക്തന്മാരായ ആളുകളുടെ മക്കൾക്ക് പെണ്ണിനെ കാണിച്ചു കൊടുക്കുക. ഈ വാക്യത്തിൽ നിന്ന് അങ്ങനല്ലേ മനസ്സിലാകുന്നത് അല്ലേ? ദൂതനെ അയക്കുമെന്ന്. എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കാൻ
ദൂതനെ അയക്കും. അപ്പം ഇവിടെ അബ്രഹാം ചെയ്യുന്നത്, അബ്രഹാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ദൈവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി. അപ്പോൾ ആ പുരുഷൻ, അതായത് എലയാസർ ദാസൻ പോകുന്ന വഴിക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 14-ാം വാക്യം നോക്കിക്കേ. 14-ാം വാക്യം അവൻ്റെ പ്രാർത്ഥന എന്താ? നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ, കുടിക്ക, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ നിന്റെ ദാസനായ ഇസാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ എന്ന് പറയുന്ന ആരാ? 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 നീ നിയമിച്ചവൾ. ആരാ നീ? ദൈവം. ദൈവം നിയമിച്ച പെൺകുട്ടി. The girl appointed by God. ദൈവം നിയമിച്ച പെൺകുട്ടി. അപ്പോൾ ഈ എലിയാസറിന്റെ പ്രാർത്ഥന ഏറ്റവും സുന്ദരി പെൺകുട്ടിയെ കാണിച്ചു തരണേന്നല്ല, ഏറ്റവും നല്ല പെൺകുട്ടിയെ കാണിച്ചു തരണേന്നല്ല, നീ നിയമിച്ചിട്ടുള്ള പെൺകുട്ടിയെ കാണിച്ചു തരണം. The girl appointed for my master's son. അപ്പോൾ അബ്രഹാം ദൈവമുഖത്തേക്ക് നോക്കി, എലിയാസർ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്, നീ നിയമിച്ച ആളെ കാണിച്ചു തരണം. താഴോട്ട് നമ്മൾ വരുമ്പോൾ ഒടുവിൽ ആളെ കണ്ടുമുട്ടി. 26-ാം വാക്യത്തിൽ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. 27-ന്റെ ഒടുവിൽ പറയാണ്, എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നു. ആര് നടത്തിക്കൊണ്ടുവന്നു? ദൈവം നടത്തിക്കൊണ്ടുവന്നു. നടത്തിപ്പ്, ലീഡിങ്, ദൈവത്തിൻ്റെ ലീഡിങ് അവർക്ക് ഉണ്ടായി. അതിൻ്റെ താഴെ നമ്മൾ വായിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാര് എന്താ പറഞ്ഞത്? അതിൻ്റെ 50-ാം വാക്യത്തിലുണ്ടെന്ന് വായിച്ചേ. 50 വീട്ടുകാരെന്താ പറഞ്ഞേ? അപ്പോൾ ലാബാനും ബെതുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു, ഈ കാര്യം യഹോവയാൽ വരുന്നു. ദിസ് തിങ് കംസ് ഫ്രം ദ ലോർഡ്. ഈ കാര്യം യഹോവയാൽ വരുന്നു. ഇനി പെൺകുട്ടിയോട് ചോദിച്ചു. 58-ാം വാക്യം. 58. അവർ റിബേക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. ഞാൻ പോകുന്നു, എനിക്ക് മനസ്സാണ്. അതിൻ്റെ ഒടുവിൽ അതിൻ്റെ താഴെ വായിക്കുന്നത്, ഇസാക്ക് വെളിം പ്രദേശത്ത് 63-ാം വാക്യം, ആ സമയത്ത് ധ്യാനിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇവിടുന്ന് ഒരു പ്രമാണം ഡിറൈവ് ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ? ഈ വിവാഹത്തിൽ ഉൾപ്പെട്ട എല്ലാവരും ഒരു കാര്യം ചെയ്യുക. All of them discerned or sensed God's leading. അബ്രഹാം ദൈവമുഖത്തേക്ക് നോക്കി, ദൂതനെ ദൈവം അയക്കും. എലിയാസർ ദൈവമുഖത്തേക്ക് നോക്കി, നീ നിയമിച്ച ആളെ കാണിച്ചു തരണേ. പെണ്ണിൻ്റെ വീട്ടുകാർ പറയാണ്, ഇത് യഹോവയാൽ വരുന്നതാണ്, ദൈവത്തിൻ്റെ നടത്തിപ്പ് ഞങ്ങൾ സെൻസ് ചെയ്യുന്നു. പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് സന്തോഷമാണോ? എനിക്ക് സന്തോഷമാണ്. എലിയാസർ വെളിം പ്രദേശത്ത് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ, ധ്യാനിക്കാനായിട്ട് പോയിരിക്കുന്നു എന്നാണ് വിചാരിക്കാൻ ന്യായം. ബന്ധപ്പെട്ട എല്ലാവരും, ചെറുക്കൻ്റെ അപ്പൻ, ഇടനിലക്കാരൻ, പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാര്, പുരുഷൻ, 5 പേര് ഇതിനകത്തുണ്ട്. നമ്മുടെ എല്ലാം വിവാഹത്തിൽ 5 പേര് കാണും അല്ലേ? ചെറുക്കൻ്റെ വീട്ടുകാര്, അപ്പനും മോനും അല്ലെങ്കിൽ അമ്മയും, പെൺകുട്ടിയുടെ വീട്ടുകാര്, പിന്നെ ഇടനിലക്കാർ അല്ലെങ്കിൽ അത് പ്രപ്പോസൽ കൊണ്ടുവന്ന പറഞ്ഞ ആരെങ്കിലുമൊക്കെ. ഈ എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെടണം. എന്താ ബോധ്യപ്പെടണ്ടേ? 2 പേരും എഞ്ചിനീയറാ, ബോധ്യപ്പെട്ടു. അതല്ല ബോധ്യം. 2 പേരും അമേരിക്കയിലാണ്. അപ്പം ഇതിനേക്കാൾ പിന്നെ യോജിച്ചത് എന്താ? അതല്ല ബോധ്യം. എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെടണം. എന്താ? ദിസ് തിങ് കംസ് ഫ്രം ദ ലോർഡ്. പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഇത് യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ആ ബോധ്യം. അപ്പോൾ പ്രാർത്ഥിച്ച്, മാതാപിതാക്കളും മക്കളും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്ന്, നീ ഒരുക്കിയിട്ടുള്ള ആളെ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചനകളൊക്കെ വരും. ചിലരൊക്കെ നമുക്ക് പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കും. അതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്, ദൈവത്തിൻ്റെ നടത്തിപ്പ് ഇത് ദൈവത്തിൽ നിന്ന്. ഹൃദയത്തിൽ ആ വിഷയത്തെക്കുറിച്ച് സമാധാനമുണ്ടാകുന്നു. എല്ലാവർക്കും ദൈവ നടത്തിപ്പ് ബോധ്യപ്പെടുന്നു. അപ്പോഴാണ് ഫൈനൽ യേസ് പറയേണ്ടത്. അങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്. വിവാഹം കഴിക്കാനുള്ളവരോട് ഞാൻ പറയട്ടെ,
ഹൃദയത്തിൽ റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും യേസ് പറയരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പുരുഷനും സ്ത്രീക്കും ആണിനും പെണ്ണിനും മനസ്സിൽ സ്വസ്ഥത വേണം. പ്രാർത്ഥിച്ചു, ആലോചിച്ചു, പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തു, ഹൃദയത്തിൽ ആ കാര്യത്തെക്കുറിച്ച് പരിപൂർണ സമാധാനം ഉണ്ടെങ്കിലേ യേസ് പറയാവുള്ളൂ. പേടിച്ചും ഭയപ്പെട്ടും സംശയിച്ചും ഇതാണാവോ അറിയാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും യേസ് പറയരുത്. നിങ്ങൾക്ക് നോ അനേക പ്രാവശ്യം പറയാം, പക്ഷേ യേസ് പറയുമ്പോൾ ആലോചിച്ച് ചിന്തിച്ച് ബോധ്യപ്പെട്ടേ യേസ് പറയാൻ പാടുള്ളൂ. ഇത് മാതാപിതാക്കളും വിവാഹിതരാകുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിവാഹിതരാകുന്നവരോട് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവിതം കൊണ്ട് എന്താണ് സാധിക്കേണ്ടത് എന്നുള്ളത് ആദ്യമേ നിങ്ങൾ ഫിക്സ് ചെയ്യണം. കാശുണ്ടാക്കുക എന്നുള്ളതാണോ, അമേരിക്കയിൽ പോവുക എന്നുള്ളതാണോ, വീട് പണിയുക എന്നുള്ളതാണോ, കാറ് മേടിക്കുക എന്നുള്ളതാണോ, എന്താ ജീവിതത്തിൽ ലക്ഷ്യം? അതൊന്നും ശരിയായ ലക്ഷ്യങ്ങളല്ല. ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി പാർത്ത് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതം ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഏറ്റവും പ്രയോജനമായി തീരണം. അതിന് സഹായകരമായ നിലയിൽ വേണം വിവാഹം കഴിക്കുവാനും വിവാഹ ജീവിതം നയിക്കുവാനും. ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്ന നിലയിലുള്ള ആളെ വേണം വിവാഹം കഴിക്കാൻ. യുവാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവഭക്തിയുള്ളൊരു കുടുംബം കെട്ടിപ്പണിയാൻ പറ്റിയ ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ആളുടെ പഠിപ്പോ യോഗ്യതയോ ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. അതിന് പറ്റിയ ആളാണോ ഞാൻ വിവാഹം കഴിക്കുന്നത്? പെൺകുട്ടികൾ, ഞാൻ കൂടെ പുറപ്പെട്ടു പോകാൻ പോകുന്നത് ആരുടെ കൂടെയാണ്? എന്നെ ദൈവവഴിയിൽ നടത്തുന്ന, ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും ഭക്തിയുള്ള കുടുംബം കെട്ടിപ്പണിയാനും എന്നോടുകൂടെ എന്നെ നയിക്കുന്ന ഒരാളെയാണോ ഞാൻ വിവാഹം കഴിക്കുന്നത്? അതായിരിക്കണം നിങ്ങളുടെ പ്രൈമറി കൺസിഡറേഷൻ. ബാക്കി എല്ലാ കാര്യവും രണ്ടാമതായിരിക്കണം. ഒന്നാമത്തെ കൺസിഡറേഷൻ ഇതായിരിക്കണം. ആ കാര്യത്തിൽ പൂർണ്ണമായ ബോധ്യവും ഉറപ്പും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ നിലയിൽ വേണം വിവാഹം കഴിക്കാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിവാഹ ജീവിതം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ലോകങ്ങൾ ഒരുമിക്കുകയാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരാം. ദൈവഹിതം അറിഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ലെന്ന് ആരും വിചാരിക്കരുത്. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഒക്കെ വരാം. എന്നാൽ അതിലൊരിക്കലും നിരാശപ്പെട്ടു പോകരുത്. കാരണം ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. നിങ്ങളെ യോജിപ്പിച്ച ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് തരും. എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ട്. കേൾക്കാത്തവർ കേട്ടോണം, നല്ല കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക അതിശയങ്ങൾ പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ 4 കാരണങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. എന്തിനാ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? വൈ ഡിഡ് ഹി പെർഫോം മിറക്കിൾസ്? 4 കാരണം. 1, ടു ഹെൽപ്പ് സമ്മൺ. ആരെയെങ്കിലും സഹായിക്കാനാണ് കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതവും ചെയ്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതവും ചിന്തിച്ചു നോക്കിക്കോ, ആരെയെങ്കിലും സഹായിക്കാനാണ്. 2, ടു സോൾവ് എ ക്രൈസിസ് സിറ്റുവേഷൻ. ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തെ പരിഹരിക്കാനാണ് കർത്താവ് എല്ലാ അത്ഭുതവും ചെയ്തത്. വലിയൊരു പ്രതിസന്ധി, മരണമാകട്ടെ, ശാപ്പാടില്ലാത്ത അവസ്ഥയാകട്ടെ, കടലിൽ പടക് മുങ്ങാറായതാകട്ടെ, വിധവയുടെ മോൻ മരിച്ചതാകട്ടെ, എന്തെങ്കിലും ആകട്ടെ, വലിയൊരു ക്രൈസിസ് സോൾവ് ചെയ്യാനാണ്, പ്രതിസന്ധി പരിഹരിക്കാൻ. 3, തൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ വെള്ളം വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ടു റിവീൽ ഹിസ് ഗ്ലോറി. അവൻ ആരാണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ, അവൻ്റെ ശക്തി, അവൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ. 4, ടു ഡ്രോ പീപ്പിൾ ക്ലോസർ ടു ഹിം. ആളുകളെ തന്നിൽ വിശ്വസിക്കുമാർ തങ്കലേക്ക് അടുപ്പിക്കാൻ. കാനാവിലെ കല്യാണ വീട്ടിലെ കാര്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി തൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ, നേരത്തെ ശിഷ്യന്മാർ വിശ്വസിച്ചില്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇതുവരെ മനസ്സിലാക്കാത്ത നിലയിൽ, വിശ്വസിക്കാത്ത നിലയിൽ ആഴമായ, അയ്യോ ഇതാരാ ഇത്,
ഇവൻ സൃഷ്ടാവാണ്, വെള്ളത്തെ വീഞ്ഞാക്കിയ സൃഷ്ടാവാണ് ഇവൻ. ആ നിലയിൽ ആഴമേറിയ വിശ്വാസം അവർക്കുണ്ടാകത്തക്കവണ്ണം ആ അത്ഭുതം മുഖാന്തരമാക്കി തീർത്തു. ഈ കർത്താവാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടിയും ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ഈ 4 കാര്യത്തിന് വേണ്ടി നമ്മെ സഹായിക്കാൻ, നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കാൻ, മൂന്നാമത് തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ, നാലാമത് നാം അവനോട് കൂടുതൽ അടുക്കാനും അവനിൽ കൂടുതൽ വിശ്വസിക്കാനും. ഈ കർത്താവ് ജീവിക്കുന്നു. അവനാണ് വിവാഹം സ്ഥാപിച്ചത്. അപ്പോൾ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതുമായിട്ട് അവൻ്റെ അടുത്ത് ചെല്ലണം, കർത്താവിനോട് പറയണം, കർത്താവിൽ ആശ്രയിക്കണം. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ അവൻ നിങ്ങളെ സഹായിക്കും. വരുന്ന ആ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ, വിവാഹം കഴിക്കാനുള്ളവരുടെ കാര്യത്തിൽ, വിവാഹത്തോൾബന്ധത്തിലും, കഴിച്ച നമ്മുടെ കാര്യത്തിലും, മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി വിവാഹം ആലോചിക്കുന്ന മാതാപിതാക്കളുടെ കാര്യത്തിലും ഈ ദൈവവചന പ്രമാണങ്ങൾ പ്രായോഗികമാക്കി ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ നാം പ്രവർത്തിക്കുമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ.